കൊല്ലം നഗരത്തിന് പുറമെ 6 പഞ്ചായത്തുകളിലേക്കും ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൽ നിന്നുള്ള വെള്ളമായിരുന്നു ഉപയോഗിച്ചു വന്നത്. ദിനംപ്രതി 4 കോടി ലിറ്റർ വെള്ളം ഇതിനായി വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്തിരുന്നു. എന്നാൽ വേനൽ കടുത്തതോടെ തടാകവും വരണ്ടു തുടങ്ങി. ശാസ്താംകോട്ട തടാകത്തിന്റെ സംരക്ഷണത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ വന്നതാണ് തടാകത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. ശക്തമായ സമരങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം ശാസ്താംകോട്ടയിലെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തടാക സംരക്ഷണത്തിനായി 50 കോടി രൂപയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചു. തടാകത്തിൽ നിന്നുള്ള അമിത ജലചൂഷണം തടയാനും തീരുമാനമായിരുന്നു. തടാക സംരക്ഷണത്തിനായുള്ള മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ നാളിതുവരെയായിട്ടും പദ്ധതിക്കായി ടെൻഡർ വിളിക്കാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല. തടാക സംരക്ഷണത്തിനായി സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പിലായിട്ടില്ല. തടാകത്തിൽ നിന്നുള്ള പമ്പിംഗ് കുറയ്ക്കാനായി കല്ലടയാറ്റിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ച് നഗരത്തിലേക്ക് കുടിവെള്ളമെത്തിക്കാനുള്ള പദ്ധതിക്കും തുടക്കം കുറിച്ചിട്ടില്ല. ഇതോടെ തടാക സംരക്ഷണത്തിനായി ശക്തമായ സമരം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. PL കിരൺ, മീഡിയ 1, കൊല്ലം.